പടക്കളത്തിലേക്ക് ഇറങ്ങി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ജീവൻ കൊടുത്ത പണ്ഡിത കേസരികൾ ഏതു മതത്തിന്റെ ആളുകളാണ്? അങ്ങ് നോക്കൂ, മലബാറിന്റെ മണ്ണിൽ തേജസ്വികളായ പണ്ഡിതന്മാരുണ്ട്, സാത്വികന്മാരായ ആത്മീയ ഗുരുക്കന്മാരുണ്ട്. അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ മതപാഠശാലകളിൽ നിന്ന് എല്ലാം മാറ്റിവെച്ചിട്ട് രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പടിഞ്ഞാറിന്റെ തീ തുപ്പുന്ന ടാങ്കറുകൾക്ക് മുമ്പിൽ നിരിമാറ് കാണിച്ച മഹോന്നതന്മാരായ പണ്ഡിത കേസരികളുണ്ട്. അതുപോലെ തന്നെ തകർക്കപ്പെട്ട മുസ്ലിം വിദ്യാലയങ്ങളുണ്ട്, അടച്ചുപൂട്ടപ്പെട്ട പള്ളികളുണ്ട്. അങ്ങനെ എല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ മോചനത്തിനും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടക്കളത്തിലേക്ക് ഇറങ്ങി മുസ്ലിം മക്കൾ. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയില്ല, അപ്പൊ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പരിമിതി നേരിട്ടു. സ്വതന്ത്ര ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു ഒരു വിഭാഗം. മുസ്ലിങ്ങൾ തെരുവിലിറങ്ങിയിട്ട് യുദ്ധം ചെയ്യട്ടെ, സ്വാതന്ത്ര്യം നേടുമ്പോ ഭരിക്കാൻ വിദ്യാഭ്യാസമുള്ളവർ വേണം, അതുകൊണ്ട് ഞങ്ങൾ പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പടിഞ്ഞാറും കിഴക്കും പോയി വിദ്യാഭ്യാസം നേടിയ ആളുകൾ പിൽക്കാലത്ത് ഭരണത്തിലേക്ക് വന്നു. എന്നിട്ട് മുസ്ലിങ്ങൾക്ക് കുറ്റം കേൾക്കേണ്ടി വന്നു, നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഴി കേൾക്കേണ്ടി വന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമാണ് എന്ന് ഒരു കാലത്ത് പണ്ഡിതന്മാര് പറഞ്ഞെങ്കിൽ അത് വിദ്യാഭ്യാസത്തോടുള്ള എതിർപ്പായിരുന്നില്ല, രാജ്യവിരോധികളോടുള്ള സമരമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളെ മുഴുവനും രാജ്യത്തിന് അനുകൂലമായി നിർത്തുകയാണ് നമ്മൾ ചെയ്തത്. ഇന്നിപ്പോൾ ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. USA-യിൽ മുസ്ലിങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു, UK-യിൽ മുസ്ലിങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിക കലാലയങ്ങളും പള്ളികളും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ മാത്രം 10,000-കണക്കിന് മതസമന്വയ വിദ്യാഭ്യാസ പശ്ചാത്തലങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഈ മുസ്ലിം സമുദായത്തെ എന്തിന്റെയെങ്കിലും പേരിൽ തെരുവിലിറക്കേണ്ടത് പടിഞ്ഞാറിന്റെയും ദുശക്തികളുടെയും ശ്രമമാണ്. അത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പാഠശാലകൾ വിട്ടൊഴിഞ്ഞിട്ട് തെരുവിലിറങ്ങാൻ മുസ്ലിം സമുദായത്തിന്റെ മക്കളെ നമ്മൾ തയ്യാറാകരുത്. വിജ്ഞാനമാകുന്ന അത്തിവാരത്തിനെയും സ്വത്തിനെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ മെച്യൂർഡ് സൊസൈറ്റിയായി ഉയരണം. നമ്മുടെ കയ്യിൽ വിജ്ഞാനമുണ്ടാകണം, കാലത്തെ അതിജയിക്കാനുള്ള പൗരബോധമുണ്ടാകണം. സമുദായത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനെയും മാനവികതയും മാനുഷികതയും അവതരിപ്പിക്കുവാനുള്ള അടിസ്ഥാന നിയമങ്ങളുടെ ബോധമുണ്ടാകണം. അതുകൊണ്ട് വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തെ, കേരളത്തിൽ നിന്ന് മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കീഴിൽ മെഡിക്കൽ കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്ററുകളുണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾക്ക് സമാനമായ കലാലയ സമുച്ചയങ്ങളുണ്ട്. ഇങ്ങനെ കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങളെ മുന്നോട്ട് പോയാൽ നയതന്ത്ര പ്രധാനമായ തലങ്ങളിൽ മുഴുവനും മുസ്ലിങ്ങൾ എത്തിപ്പെട്ടേക്കുമെന്ന് ഭയക്കുന്ന ആളുകളാണ് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും കാര്യം പറഞ്ഞ് ഈ മുസ്ലിം സമുദായത്തിന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ സംഘടനത്തിന് തെരുവിലേക്ക് വിളിക്കുന്നത്. നാം ബുദ്ധിയില്ലാത്തവരായി തെരുവിലിറങ്ങാൻ പാടില്ല, നാം വിവേകമുള്ളവരായി വിദ്യാഭ്യാസം നേടണം, നാം കാര്യബോധമുള്ളവരായി വിഷയങ്ങളെ വിലയിരുത്തണം. ഇതൊരു വിപ്ലവാത്മകമായ കേവലമായ താൽക്കാലിക വികാരങ്ങളുടെ സൃഷ്ടിയല്ല. അതുകൊണ്ട് ബോധവും വിദ്യാഭ്യാസവുമുള്ള എന്റെ അനുവാചകരോട് പറയട്ടെ, എന്റെ വിദ്യാഭ്യാസ ബോധമുള്ള സമകാലിക വിജ്ഞാനത്തോട് താദാത്മ്യം പുലർത്തുന്ന യുവജനങ്ങളോട് പറയട്ടെ, നമുക്ക് വേണ്ടത് വിപ്ലവത്തിന്റെ തീപ്പൊരികളല്ല, നമുക്ക് വേണ്ടത് വിവേകത്തിന്റെ ജാജ്വല്യമായ ചരിത്രമാണ്, അല്ലെങ്കിൽ നാളുകളാണ്. രണ്ടുമാണ് നാം രൂപപ്പെടുത്തേണ്ടത്. നാം അവിടെ എന്തെങ്കിലും കാളപറ്റോ എന്നറിയുമ്പോഴേക്ക് കയറെടുത്തുകൊണ്ട് തെരുവിലേക്ക് ഓടേണ്ടവരല്ല, നാം വിവേകപൂർവമായി കാര്യങ്ങൾ വിലയിരുത്തേണ്ടവരാണ്. അതുകൊണ്ട് മതവിദ്യാഭ്യാസത്തിന്റെയും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെയും ആവശ്യമായ തലങ്ങളെ സ്വായത്തമാക്കിയിട്ട് നാം ബുദ്ധിപരമായ മുന്നേറ്റത്തിന് തയ്യാറാകണം. അതിനാണ് SSF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനാണ് SYS പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനാണ് ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങളെ മുഴുവൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും നടന്ന വിപ്ലവങ്ങളെ ഊതിപ്പെരിപ്പിച്ചിട്ട് കാന്തപുരം ഉസ്താദ് എവിടെയും ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. സമുദായത്തിന് ആവശ്യമുള്ളത് വിപ്ലവത്തിന്റെ തേപ്പൊരികളല്ല, വിദ്യാഭ്യാസത്തിന്റെ വിവേകമാണെന്ന മഹാനവറുകൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയും, അങ്ങ് കശ്മീർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയും നീണ്ടു നിവർന്നു കിടക്കുന്ന 10,000-കണക്കിന് മത ഭൗതിക വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ കാര്യദർശിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. എവിടെയെങ്കിലും നടക്കുന്ന സംഘടനകളെയോ എവിടെയെങ്കിലും നടക്കുന്ന വർഗീയ കലാപങ്ങളെയോ ഊതിപ്പെരിപ്പിച്ച് യുവജനങ്ങളെ
തെരുവിലിറക്കിയാൽ നമ്മുടെ യുവത്വം നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ കാന്തദർശിത്വമുള്ള പണ്ഡിത കേസരിയാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കാരണം താൽക്കാലികമായ വിപ്ലവത്തിന്റെ ജ്വാലകൾ ഇവിടെ വിജയിച്ചിട്ടില്ല എന്ന് കേരളത്തിൽ ഒരുപാട് സംഘടനകളുടെ ചരിത്രമുണ്ട്, എണ്ണി പറയേണ്ടതില്ല. ഊതിപ്പെരിപ്പിച്ച വിപ്ലവങ്ങളല്ല വേണ്ടത്, വിവേകമുള്ള മുന്നേറ്റങ്ങളാണ്. നമ്മുടെ കയ്യിൽ മരുന്ന് വേണം, അത് വിദ്യാഭ്യാസമാണ്. നമ്മുടെ കയ്യിൽ വിവേകം വേണം, അത് രാഷ്ട്രബോധമാണ്. നമ്മുടെ മുമ്പിൽ കരുത്തുള്ള കാൽവെപ്പുകൾ വേണം, അത് ബുദ്ധിപരമാകണം. അല്ലാതെ എടുത്തുചാട്ടം നമ്മുടെ മതത്തിന്റെ ശൈലിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ 10 കൊല്ലം ക്ഷമാപൂർവ്വം ഇസ്ലാമിക പ്രചരണം നടത്തി മക്കയിൽ. അവിടെ പ്രതികരിച്ചവരോട് പ്രതികരിച്ചത് ശാന്ത സമീപനത്തോടു കൂടിയായിരുന്നു. കാരണം ഇവിടെ ചിലത് ചെയ്യാനുണ്ട്. ആരടാന്ന് ചോദിക്കുമ്പോൾ ഞാനിടാന്ന് പറഞ്ഞിട്ട് അസ്തമിക്കാനുള്ളതല്ല ഈ പ്രസ്ഥാനം. തൽക്കാലം ആരടാന്ന് ചോദിക്കുമ്പോ ബുദ്ധിപൂർവ്വം ഞാനിടാന്ന് തെളിയിച്ചു കൊടുക്കുവാനുള്ള വിദ്യാഭ്യാസവും ബോധവും സമൂഹത്തിൽ സൃഷ്ടിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. 10 കൊല്ലം മക്കയിൽ ശാന്തമായി സമാധാനത്തോടുകൂടി ഇസ്ലാമിക പ്രചരണത്തിന്റെ അത്തിവാരങ്ങൾ ഉണ്ടാക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണമെങ്കിൽ ഒന്ന് പിൻവാങ്ങുന്നതിൽ ബുദ്ധിശൂന്യതയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. 450 കിലോമീറ്റർ ദൂരമുള്ള മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ പടവാൾ ഉയർത്തിയപ്പോ അല്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ്, അല്ലയോ ഹംസത്തുൽ കറാറെ, അല്ലയോ ഖാലിദ് ബിൻ വലീദ്, അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് വരൂ കൊലയ്ക്ക് പകരം കൊലയാണെന്ന് പ്രസംഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നില്ല. വാളോട് വാളുരുമട്ടെ എന്ന് പ്രഖ്യാപിച്ചില്ല. മക്കായുടെ മരുപ്പറമ്പിൽ യുദ്ധത്തിന്റെ തീജ്വാലകൾ ഉയരട്ടെ എന്ന് പറഞ്ഞില്ല. നമുക്ക് കടന്നു വരാമെന്ന് പറഞ്ഞ് ശാന്തിയോടെയും സമാധാനത്തോടെയും മക്ക എന്ന ജന്മനാട്ടിൽ നിന്ന് വീടും കുടുംബവും സ്വത്തും മുഴുവനും മാറ്റിവെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയി. സമാധാന വിപ്ലവത്തിന്റെ ആഗോള ജാലകത്തിൽ ഏറ്റവും മനോഹരമായി അടയാളപ്പെടുത്തേണ്ട സുമോഹരമായ ചിത്രമായിരുന്നു മദീനയിലേക്കുള്ള യാത്ര. അവിടെ ചെന്നപ്പോഴും ശാന്തമായി ഇസ്ലാമിക പ്രചരണം നടത്തി. അവിടെയും നിൽക്കക്കള്ളിയില്ല എന്ന് കണ്ടപ്പോ മദീനയുടെ പുറത്തേക്ക് മാറി. കാരണം മദീന നിവാസികളോടൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. ഈ മദീനയിൽ നിന്നൊരു വിപത്തും ഉണ്ടാകാതെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ആ ഉടമ്പടി അവർ പാലിക്കട്ടെ. മദീനയിൽ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് മദീനയുടെ പുറത്തുള്ള ബദറിൽ വെച്ചുകൊണ്ട് പ്രതിരോധത്തിന് വേണ്ടി, ചെറുത്തുനിൽപ്പിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊണ്ടത്.